CPK ഗോപൻ CPM സംസ്ഥാന സമിതി അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ വരുമ്പോൾ ആവർത്തിച്ച് പറയാറുള്ള വാദമാണ് പോറ്റുകെട്ട അയ്യപ്പന്റെ സ്വർണം ഗവർണറുടെ കയ്യിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. അതോടുകൂടി തീർന്നു എന്ന മട്ടിലാണ്. അതായത് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറയും, CPM സംസ്ഥാന സമിതിയാണ്, അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് സ്വർണ്ണമൊരുക്കിയ ഭണ്ഡാരി പിടിയിലായി, അത് വാങ്ങി ഗോവർദ്ധനും പിടിയിലായി. അതോടെ അവിടെ നുണ മാത്രമല്ല തകർന്നത്, ശബരിമലയിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ പോറ്റി കോടീശ്വരന് വിറ്റിരുന്നുവെന്ന കെട്ടുകഥ പോലീസിനെ വഴിതെറ്റിക്കാൻ പറഞ്ഞതായിരുന്നു. ഈ സുഭാഷ് കപൂർ മോഡൽ എന്ന് പറയുന്നത് കോടതിയാണ്. CPK ഗോപൻ അങ്ങനെ കേസിനെ ഇല്ല വൈക്കം ക്ഷേത്രത്തിൽ സെബാസ്റ്റ്യന്റെ വിഗ്രഹമോഷണ കേസ് പോലെ അവിടെ പിടിച്ചു നിർത്താൻ എന്തിനാണ് ഈ വ്യഗ്രത? CPK ഗോപൻ. ഇല്ല, അങ്ങനെയല്ല. അങ്ങനെ അതിനെ കൺക്ലൂഡ് ചെയ്തില്ല ആരും. ശബരിമല സ്വർണ്ണ കേസ് ഇതുവരെ ആരും കൺക്ലൂഡ് ചെയ്തിട്ടില്ല. SIT അങ്ങനൊരു നിഗമനം വച്ചിട്ടില്ല, കോടതി വച്ചിട്ടില്ല, കേരളത്തിലെ പൊതുസമൂഹം വച്ചിട്ടില്ല. അതല്ല അതിൻ്റെ പറഞ്ഞതിൻ്റെ മീനിങ്. അത് തെറ്റായി പ്രതിപക്ഷം ഉപയോഗിക്കാൻ പരിശ്രമിച്ചപ്പോഴാണ് അത്തരമൊരു നരേറ്റീവ് അതിനകത്ത് വരുന്നത്. വിഷയം കുറച്ചുകൂടി വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കൺഫ്യൂഷനിലേക്കല്ല പോകുന്നത്, ക്ലാരിറ്റിയിലേക്കാണ് പോകുന്നത്. അത് പത്മകുമാറിൽ അറസ്റ്റ് നിന്നില്ല. പത്മകുമാറിനെന്നൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് ഒരു ഭരണതലത്തിൽ അവിടെ നടന്നു വരുന്ന പ്രവർത്തനങ്ങളിൽ എത്ര ശ്രദ്ധ കൊടുത്തു, എത്രമാത്രം ജാഗ്രത കാട്ടി എന്നൊക്കെയുള്ള വിഷയമാണ് അതിനകത്ത് വരാൻ പോകുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഭരണപരമായി ചുമതല ഏറ്റെടുക്കുന്നവർ കാണിക്കേണ്ടത് ശുഷ്കാന്തിയൊക്കെ അതിൽ കാണിക്കണം, അല്ലെങ്കിൽ അവരതിൽ തെറ്റുകാരാവും. അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ അവിടെ ഇന്നലെ കഴിഞ്ഞ ധാർമ്മികമായ ലയബിലിറ്റി മാത്രമൊന്നുമല്ല ശരി പറയുന്നത്. പത്മകുമാറിന്റെ മേൽ ആരോപിക്കുന്നത് ധാർമ്മികമായ ലയബിലിറ്റി മാത്രമൊന്നുമല്ല. അങ്ങനെ പത്മകുമാറിന്റെ പങ്ക് അദ്ദേഹം നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നതുകൊണ്ട് ലഘൂകരിച്ച് പോവല്ലേ CPK ഗോപൻ? SITയുടെ അന്വേഷണം ചെയ്തിരിക്കുന്ന കാര്യം അതും തുടക്കത്തിലെ ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും ഇത്? അതായത് എനിക്ക് എൻ്റെ മുമ്പിൽ ചോദിച്ച ചോദ്യം അങ്ങ് നടത്തിയിട്ടുള്ള ഒരു ആമുഖ പ്രഭാഷണമൊക്കെ ഇല്ലേ, അതിലൂടെ നമുക്ക് പ്രതികരിക്കണ്ടേ? അപ്പോൾ ഈ ഞങ്ങൾക്കൊരു ഡിഫൻഡിന് പോലും പഴുതു തരത്തില്ല എന്ന് വാദം തുടക്കത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുൻകൂട്ടിയാണ് ഈ ധാരണ. ഒരു മോഡറേറ്റർ എന്നുള്ള ഒരു ചുമതലയല്ലേ അങ്ങ് നിർവഹിക്കേണ്ടത്? അതായത് പത്മകുമാറിൻ്റെ കാര്യത്തിൽ ആരാണ് പിന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കാനും അദ്ദേഹത്തെ കുറ്റവാളിയല്ലെന്ന് ഇതുവരെ സ്ഥാപിച്ചത്? അദ്ദേഹം SIT പറഞ്ഞു അദ്ദേഹം കുറ്റവാളിയാണ്, ഞങ്ങൾക്കും അതിൽ തർക്കമില്ല, വരട്ടെ. അതിൻ്റെ അന്വേഷണം ഒരു നിഗമനത്തിലും നമ്മൾ എത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള റിമാൻഡ് റിപ്പോർട്ടുകളല്ലേ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പത്മകുമാറിന് ശേഷം അത് മൂവ് ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 അറസ്റ്റ് നടന്നു. സ്വർണം വാങ്ങിച്ച ആളും മാറ്റി തീർത്ത ആളും അറസ്റ്റ് നടന്നു കഴിഞ്ഞല്ലോ. അപ്പോഴാണ് കേരളം ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങൾ കണ്ടത്. ആ ഞെട്ടിക്കുന്ന വിവരങ്ങളിൽ ഇവരുടെയൊക്കെ ബന്ധം ആരുമായിട്ടായിരുന്നു എന്നുള്ളതാണ്. ആ ബന്ധവും പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ അവസാനിക്കുകയല്ല, ഏതൊക്കെ തരത്തിലേക്ക് ഇത് പോയി എന്നുള്ളതാണ്. ഇതിൻ്റെ ഫോറൻസിക് പരിശോധന നടക്കുമ്പോൾ സംഗതി വ്യക്തമാവും. ഇപ്പോൾ സ്വർണം ശബരിമലയിലെയാണോ അയാളിൽ നിന്ന് വീണ്ടെടുത്തത് എന്നുള്ളത് ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായി നടക്കേണ്ടതാണ്. കൃത്യമായി ആ പരിശോധന നടത്തി അത് കോടതിയിൽ എത്തിക്കേണ്ട ബാധ്യത SITക്കുണ്ട്. SIT ഒരു കാല് പിറകോട്ട് വെച്ചത് 2 കാല് മുന്നോട്ട് വെക്കാനായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റോടുകൂടി ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ അത്രയും തീവ്രമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT അവരെ 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ശബരിമല കേസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലല്ല. ആർക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചോ അതൊന്നുമല്ല വരാൻ പോകുന്നത്. ആരാണോ ആക്ഷേപം ഉന്നയിച്ചത് അവരിലേക്ക് അത് തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു നമുക്ക് അതിലേക്ക് എത്താം. CPK വീണ്ടും കെ അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് തന്നെ ഞാൻ പോകണം. കാര്യം കെ അനിൽകുമാർക്ക് ഇന്നലെ നമ്മുടെ ആരാണ് ഈ ഭണ്ഡാരിയും മറ്റേ ആളും പിടിയിലായതിന് പിന്നാലെ അതോടുകൂടി കേസ് തീർന്നു എന്ന മട്ടിൽ തന്നെയാണ് കെ അനിൽകുമാറിന്റെ വാദം. അദ്ദേഹം പിന്നെയും പറയുന്നത് ദ്വാരപാലക ശില്പങ്ങൾ പോറ്റി കോടീശ്വരന് വിറ്റു എന്ന കെട്ടുകഥ പോലീസിനെ വഴിതെറ്റിക്കാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ കെട്ടുകഥ ആരാ ഉണ്ടാക്കിയത്? VD സതീശൻ പോറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥയാണ് പൊളിഞ്ഞത്. ആ കെട്ടുകഥയ്ക്ക് പിന്നിൽ പോറ്റിയുടെ സംഘത്തിലെ ചിലരുണ്ട്. സതീശൻ നിഷേധിക്കും, തെളിവരാം എന്നൊക്കെ പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ ഈ കേസ് ഒരു സാധാരണ കവർച്ച കേസ് പോലെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് സ്വർണം കട്ട സ്വർണം ഈ പറഞ്ഞ ഗോവർദ്ധന് വിറ്റു, ഗോവർദ്ധൻ പണം കൊടുത്തു, SIT പോയി ആ സ്വർണം കണ്ടുപിടിച്ചു, അതോട് കേസ് തീർന്നു എന്ന മട്ടിലെ നറേറ്റീവ് CPM നറേറ്റീവ് ആണോ അനിൽകുമാറിന് മാത്രം നറേറ്റീവ് ആണോ അത് CPK ഗോപൻ? അല്ല, അനിൽകുമാർ പറഞ്ഞത് ഇതുവരെയുള്ള അതിൻ്റെ സംഭവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടാണ് പറഞ്ഞത്. എങ്ങനെയാണ് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്, എങ്ങനെയാണ് ഈ കേസിൻ്റെ വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. CPIM അതുപോലെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ ഈ കേസ് ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. ബഹുമാന്യ കോടതി ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, SIT ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വഴിത്താര അദ്ദേഹം സൂചിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് അദ്ദേഹം സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ കേസ് പോകുന്ന വഴി ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റോടുകൂടി ഈ കേസിൽ
പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടിരുന്ന ആരോപണങ്ങൾ നന്നായിട്ട് തിരിഞ്ഞു കുത്താൻ പോവുകയാണ്. കാരണം ഇത് എവിടൊക്കെയാണ് അയാളുടെ ബന്ധം എന്നുള്ളത് കേരളീയ സമൂഹം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് ആരാണ് കയറ്റിയെന്നുള്ളത് വ്യക്തമാകാൻ പോവുകയാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പങ്ക്, പിന്നെ അടൂർ പ്രകാശിൻ്റെ പങ്ക്, ഇതെല്ലാം വ്യക്തമാകാൻ പോവുകയാണ്. അതുകൊണ്ട് മാത്രമല്ല, അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ നിന്ന് ഫോറൻസിക്, ഞാൻ പറഞ്ഞു വന്ന ഫോറൻസിക് തെളിവോടുകൂടി വരുമ്പോൾ മാത്രമേ ഇത് ശബരിമലയിലെ സ്വർണ്ണമാണോ അവരിൽ നിന്ന് പിടിച്ചെടുത്തത് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. ആ തെളിവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷേ ഇവിടെ ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരുന്നവരിലേക്കാണ് തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.